മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ മെച്ചുഗോരിയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പാരിഷൻ ഹിൽ, അതായത് മാതാവ് ആദ്യമായിട്ട് 6 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. അവിടേക്കാണ് ഇന്നത്തെ യാത്ര. വരൂ, നമുക്ക് അങ്ങോട്ട് പോവാം. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ഇത്തിരി ദൂരം ഉള്ളത് കൊണ്ട് ഒരു ബസ്സിനാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. ബസ് മലയാടിവാരത്തിലുള്ള പാർക്കിങ്ങിൽ കൊണ്ടു നിർത്തി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, മെജുഗോരെ എന്ന വാക്കിൻ്റെ അർത്ഥം ലാൻഡ് ബിറ്റ്വീൻ ദ മൗണ്ടൻസ്, മലകൾക്ക് ഇടയിലുള്ള ഒരു പ്രദേശം, ഒരു ഗ്രാമം. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം ചുറ്റുപാടും മലനിരകൾ. മല എന്ന് പറയുമ്പോൾ വലിയൊരു മലയൊന്നും പ്രതീക്ഷിക്കരുത്, ചെറിയ ചെറിയ മലകളാണ്. ഞങ്ങളുടെ ഗൈഡ് അന്ന ഗ്രാൻഡ് ടൂറിൻ്റെ കൊടിയുമായിട്ട് മുന്നിൽ നടന്നു. അന്നയുടെ പുറകെ ഞങ്ങളും റോഡ് സൈഡിലൂടെ അപ്പാരിഷൻ ഹില്ലിലേക്ക് നടന്നു. എന്തിനാണ് അന്ന ഈ കൊടിയുമായിട്ട് നടക്കുന്നതെന്ന് നിങ്ങൾ സംശയിച്ചിട്ടുണ്ടാകും. അതിതാണ്, ഞങ്ങളെപ്പോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ടൂറിസ്റ്റുകൾ, സന്ദർശകർ ധാരാളമായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ കൂട്ടം തെറ്റി പോകാതിരിക്കാനാണ് അന്ന ഒരു കൊടിയുമായിട്ട് മുന്നിൽ നടക്കുന്നത്. വഴിയുടെ ഇരുവശവും റിലീജിയസ് ആർട്ടിക്കിൾസ് വിൽക്കുന്ന കടകളാണ്. കൊന്ത, പല വലിപ്പത്തിലുള്ള പ്രതിമകൾ, രൂപങ്ങൾ, ഇതെല്ലാം ധാരാളമായിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പാരിഷൻ ഹില്ല് അഥവാ മാതാവ് പ്രത്യക്ഷപ്പെട്ട മലയിലേക്ക് പോകുന്നതിന് മുമ്പ് ബ്ലൂ ക്രോസ്, ഒരു നീല കുരിശുള്ള ഒരു സ്ഥലമുണ്ട്. നമ്മളിപ്പം അവിടേക്കാണ് പോകുന്നത്. അവിടേക്കുള്ള വഴി ഇതുപോലെ കല്ലുകൾ പാകി ഒരുവിധം നമുക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള രീതിയിലാണ്. വലിയ കുഴപ്പമില്ലാതെ നമുക്ക് നടന്നു പോകാം. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ ബ്ലൂ ക്രോസ് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ കുട്ടികൾക്ക് മലമുകളിൽ നിന്ന് ദർശനം കിട്ടി അവർ താഴെ ഇറങ്ങി വന്ന് അവിടെയുള്ള നാട്ടുകാരോട് പറഞ്ഞിരുന്ന സ്ഥലം, ഈ സ്ഥലത്ത് വച്ചാണ് നാട്ടുകാരോട് അനൗൺസ് ചെയ്തത്. അതായത് ഞങ്ങൾ മാതാവിനെ കണ്ടു എന്നുള്ള കാര്യം. അതാണ് ഈ ബ്ലൂ ക്രോസ് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. ഇന്ന് ഇവിടം പ്രാർത്ഥനയുടെയും വിചിന്തനത്തിൻ്റെയും ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മല മുഴുവൻ കയറാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ മലയടിവാരത്തിൽ ഈ കുരിശിൻ്റെ അടുത്ത് വന്നിരുന്ന് ഇവിടെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ആദ്യത്തെ ആ ഗ്രൂപ്പിലുള്ള 6 കുട്ടികളിൽ ഒരാളായ മിർജാനയ്ക്ക് ഇപ്പോഴും എല്ലാ മാസവും 2-ാം തീയതി ഇവിടെ വെച്ച് മാതാവിൻ്റെ ദർശനം കിട്ടുന്നുണ്ട്. ഇതിന് ചുറ്റുമുള്ള സ്ഥലം കല്ലുകളൊക്കെ പാകി വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നിൽക്കാനും ഇരിക്കാനുമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഇതാണ് ആ സ്ഥലം. ഈ കുരിശിനാണ് ബ്ലൂ ക്രോസ് അഥവാ നീല കുരിശ് എന്ന് പറയുന്നത്. അവിടുന്ന് ഞങ്ങൾ ചെറിയൊരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി. അവിടുന്ന് നേരെയല്ല അപ്പാരിഷൻ ഹില്ലിലേക്ക്, മലമുകളിലേക്ക് കയറുന്നത്. മലയുടെ മറ്റൊരു വശത്തു കൂടിയാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. അതാണ് കുറച്ചുകൂടെ കയറാൻ എളുപ്പമുള്ള വഴി. ഇവിടുന്ന് ഈ ബ്ലൂ ക്രോസ് ഇരിക്കുന്ന സ്ഥലത്തു നിന്നുള്ള കയറ്റം ഇച്ചിരി ദുഷ്കരമാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും നടന്ന് മെയിൻ റോഡിലേക്ക് വന്ന് റോഡിലൂടെ ഇത്തിരി കൂടെ നടന്നിട്ടാണ് അപ്പാരിഷൻ ഹില്ലിലേക്ക് കയറുന്നത്. ഇവിടേക്കുള്ള വഴിയിലും കച്ചവടക്കാരുടെ കുറവൊന്നുമില്ല. എല്ലാ കടകളും റിലീജിയസ് ആർട്ടിക്കിൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ഗ്രാമത്തിലുള്ളവരുടെ ഒരു പ്രധാന വരുമാന മാർഗം ഈ ടൂറിസ്റ്റുകൾക്ക് വിൽക്കുന്ന റിലീജിയസ് ആർട്ടിക്കിൾസിൽ നിന്ന് കിട്ടുന്ന വരുമാനവുമാണ്.
ഈ കടകൾ കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലൂടെ തന്നെ നമുക്ക് കോബിൾസ് എന്നറിയപ്പെടുന്ന ഇഷ്ടിക പാകിയ ഈ വഴി കാണാം. ഈ വഴിയിലൂടെയാണ് നമ്മൾ അപ്പാരിഷൻ ഹില്ലിലേക്ക് കയറുന്നത്. ഇഷ്ടിക പാകി വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുള്ള വഴി, നടക്കാൻ നല്ല സുഖം. കടകൾക്ക് ഇടയിലൂടെയുള്ള ഇടുങ്ങിയൊരു വഴിയാണ് അപ്പാരിഷൻ ഹില്ലിലേക്കുള്ളത്. ഇവിടം കൊണ്ട് ആ വഴി തീരുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് അപ്പാരിഷൻ ഹില്ല് അല്ലെങ്കിൽ മലമുകളിലേക്കുള്ള കഠിനമായ ദുഷ്കരമായ യാത്ര ആരംഭിക്കുകയാണ്. സാമാന്യം നല്ലൊരു മലയാണ്, നല്ല ഉയരമുള്ള ഒരു മലയാണ് ഈ അപ്പാരിഷൻ ഹിൽ. ഈ മലമുകളിലേക്കുള്ള കയറ്റം അത്ര എളുപ്പമല്ല. കാരണം വഴിയിൽ മണ്ണ് തീരെ ഇല്ലെന്ന് തന്നെ പറയാം. മുഴുവൻ കല്ലുകളാണ്, ഉറച്ച പാറകളാണ്. ചവിട്ടി നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പലരും വടി ഉപയോഗിക്കുന്നുണ്ട്. ഒരു വടിയുടെ സഹായം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കയറിപ്പോകാൻ സാധിക്കും. വിശ്വാസികൾ പലരും കൊന്തയും ചൊല്ലിക്കൊണ്ടാണ് ഈ മല കയറുന്നത്. അതുപോലെ തന്നെ മുകളിലേക്ക് കയറുന്ന വഴിയിൽ കുരിശിൻ്റെ വഴിയുടെ ഓരോ സ്റ്റേഷനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ചില ഗ്രൂപ്പുകാർ കുരിശിൻ്റെ വഴിയും എത്തിച്ചുകൊണ്ടാണ് മുകളിലേക്ക് കയറുന്നത്. അങ്ങകലെ മെജുഗോര ഗ്രാമം നമുക്ക് ചെറുതായിട്ട് കാണാം. പാറകൾ നിറഞ്ഞ ഈ വഴി കാണുമ്പോൾ ഉള്ളൊരു ഫീല്, കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ടായി മണ്ണ് മുഴുവൻ ഒലിച്ചുപോയി പാറകൾ മാത്രം തെളിഞ്ഞു നിൽക്കുന്ന കാഴ്ച നമ്മൾ പലരും കണ്ടു കാണും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. ഇവിടെ വന്ന് കാണുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലാണ് തോന്നുന്നത്. മണ്ണ് മുഴുവൻ ഒഴുകിപ്പോയി, കല്ലുകൾ മാത്രം തെളിഞ്ഞു നിൽക്കുന്നു. ആ കല്ലുകളിലൂടെ ചവിട്ടിയാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. വഴിയുടെ ഇരുവശവും കാട്ടുവള്ളകളും പൊമഗ്രനേറ്റ് അഥവാ മാതള നാരകച്ചെടികളുമാണ്. ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു പ്രത്യേകത, ഈ മാതള നാരകം, റുമാമ്പഴം, പൊമഗ്രനേറ്റ് എന്ന് പറയുന്ന ചെടി വളരെ വ്യാപകമായിട്ട് ഈ കുന്നിൻ ചെരുവുകളിലെല്ലാം ഇഷ്ടംപോലെ വളർന്ന് കായ്ച്ചു കിടപ്പുണ്ട്. ഇനി അധിക ദൂരമില്ല, പകുതി മുക്കാലും നമ്മൾ കയറി കഴിഞ്ഞു. അങ്ങാകലെയായിട്ട് അപ്പാരിഷൻ ഹില്ലിലുള്ള മാതാവിൻ്റെ സ്റ്റാച്യു നമുക്ക് കാണാൻ സാധിക്കും. ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്ത് ഞാൻ അപേക്ഷിച്ചേ. ആവേ മരിയ.
കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥലത്താണ് മാതാവിൻ്റെ ഈ സ്റ്റാച്യു നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിയുമ്പം ഭയങ്കരമായ ഒരു ശാന്തത അതാണ് നമുക്ക് അനുഭവപ്പെടുക. കുരിശിൻ്റെ വഴി എത്തിച്ചു വരുന്നവർക്ക് അവസാന സ്റ്റേഷനായി പ്രാർത്ഥിക്കാനായിട്ട് ഒരു ക്രൂശിത രൂപവും അതിനടുത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. മല കയറി വരുന്നവരൊക്കെ തന്നെ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലും കല്ലുകളുടെ മുകളിലുമൊക്കെ വിശ്രമിക്കുന്നുണ്ട്. ഏകാന്ത ധ്യാനത്തിൽ, പ്രാർത്ഥനയിൽ നിരതരായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങകലെ മെജുഗോരെ ഗ്രാമം നമുക്ക് കാണാം. ഗ്രാമത്തിലേക്ക് നോക്കി നിൽക്കുന്ന മാതാവിനെയും കാണാം, മെജുഗോരെ ഗ്രാമത്തിൻ്റെ സംരക്ഷകയായിട്ട്. ഇവിടെ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു സെൽഫിയും എടുത്തു. ഇനി എന്നാണ് ഇവിടെ വരാൻ പറ്റുക എന്നറിയില്ല, ഇനി വരാൻ പറ്റുമോ എന്നും അറിയില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ആ ചുറ്റുപാടും എല്ലാം ഒന്ന് നിരീക്ഷിച്ച് ആ ചിത്രം ഒരു ക്യാൻവാസിലെന്ന പോലെ മനസ്സിലേക്ക് പകർത്തി. വിശ്വാസികളൊക്കെ പ്രാർത്ഥിച്ചിട്ടും മതി വരാതെ, അവിടുന്ന് വിട്ടുപോരാൻ മനസ്സ് വരാതെ വീണ്ടും വീണ്ടും അവിടെ കറങ്ങിത്തിരിച്ച് നിൽക്കുന്നതായിട്ട് തോന്നി. ഇനി ഞങ്ങൾ മല ഇറങ്ങുകയാണ്, തിരിച്ചിറങ്ങുകയാണ്.